ദുരന്തറിൻ്റെ ആദ്യ സീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ക്ലോസപ്പ് ഷോട്ടിലാണ്. സൺഗ്ലാസും വെച്ച് ഒരാൾ എന്തോ ഒന്നിനെ നോക്കുന്നു. ആ കണ്ണടിയിൽ ഇന്ത്യൻ പതാകയുടെ ചിത്രമുള്ള ഒരു വിമാനത്തിൻ്റെ പ്രതിബിംബം കാണാം. കയ്യിൽ ഒരു സിഗരറ്റും വെച്ച് കോട്ടും സ്യൂട്ടും ഇട്ട അയാൾ റൺവേയിൽ നിന്ന് ആ വിമാനത്തെ വീക്ഷിക്കുകയാണ്. ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനത്തിനകത്ത് കയറി അതിലെ യാത്രക്കാരോട് അവരുടെ സുരക്ഷയെക്കുറിച്ച് അയാൾ സംസാരിച്ചു തുടങ്ങി. ശരീരപ്രകൃതത്തിലൂടെ ആ കഥാപാത്രത്തിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനോട് സാമ്യതയുണ്ടെന്ന് പ്രേക്ഷകർ കണ്ടെത്തി. പക്ഷേ ആ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് ആരാണ്? എവിടെയോ കണ്ട പോലുണ്ട്. ചിലർക്ക് ആളെ പിടികിട്ടിയെങ്കിലും അതുതന്നെയാണോ എന്നൊരു സംശയം. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയ കാസ്റ്റിംഗ് അടുത്ത കാലത്തൊന്നും ബോളിവുഡ് കണ്ടിട്ടില്ല. ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ അജയ് സന്യാളായി എത്തിയ മാധവൻ ദുരന്തറിന് പിന്നാലെ വീണ്ടും കയ്യടി നേടി. റിയൽ ലൈഫ് കഥാപാത്രങ്ങളെ ഇത്ര പെർഫെക്ഷനോടെ നീറ്റായി ചെയ്യാൻ അയാൾക്ക് മാത്രം എങ്ങനെ സാധിക്കുന്നുവെന്നായി ചോദ്യം. 3.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയിൽ ആകെയുണ്ടായ കുറച്ച് സ്ക്രീൻ സ്പേസിൽ അയാൾ സ്വാഗോടെ സ്റ്റൈലിഷായി സന്യാളായി മാറി. ആദ്യമായല്ല മാധവൻ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഞെട്ടിക്കുന്നത്. 2021 റോക്കറ്ററി ദ നമ്പി എഫക്റ്റിന്റെ ട്രെയിലർ വന്നപ്പോൾ വെള്ള നിറത്തിലുള്ള മുടിയും താടിയുമായി കണ്ണട വെച്ച് അത്യാവശ്യം പ്രായമുള്ള ഒരു മനുഷ്യനായി അയാളെത്തി. ISRO ശാസ്ത്രജ്ഞനായ നമ്പി നാരായണന്റെ കഥ പറഞ്ഞ സിനിമയിൽ ആ കഥാപാത്രമായി എത്തിയപ്പോൾ മാധവൻ കയ്യടി നേടി. 27 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള നമ്പി നാരായണന്റെ ജീവിതം അദ്ദേഹം തിളക്കമാർന്ന പ്രകടനത്തോടെ അവതരിപ്പിച്ചു. താൻ തന്നെ എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്ത സിനിമ അക്കൊല്ലത്തെ മികച്ച ചിത്രമായി ദേശീയ പുരസ്കാര വേദിയിലും ശോഭിച്ചു. റോക്കറ്ററിക്ക് പിന്നാലെ ദുരന്തറും എത്തിയപ്പോൾ റിയൽ ലൈഫ് ക്യാരക്ടർ റോൾ ചെയ്ത് വിസ്മയിപ്പിക്കാനുള്ള എന്തോ മാജിക് മാധവന്റെ കയ്യിലുണ്ടെന്നായി അഭിനന്ദനങ്ങൾ. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ കഥ പറഞ്ഞ ദ റെയിൽവേ മെന്നിലും മികച്ചൊരു കഥാപാത്രത്തെ മാധവൻ അവതരിപ്പിച്ചിരുന്നു. ഇനി വരാനിരിക്കുന്ന മാധവൻ സിനിമകളുടെ ലിസ്റ്റിലും ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ ഉണ്ട്. എഡിസൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ GD നായിഡുവിന്റെ ജീവിതകഥ പറയുന്ന GDN. ഈ വർഷം പുറത്തിറങ്ങുന്ന സിനിമയിൽ നായിഡുവായി എത്തുന്ന മാധവന്റെ ചിത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. പ്രകടനം കൊണ്ട് അദ്ദേഹം വീണ്ടും വിസ്മയിപ്പിക്കുമെന്നതിൽ സംശയം വേണ്ട. വളരെ സ്ട്രോങ് ആയ പെർഫോമൻസ് ഓറിയന്റഡ് ആയ ക്യാരക്ടർ തിരഞ്ഞുപിടിച്ച് ചെയ്യുന്ന മാധവനാണ് ഇപ്പോഴത്തേത്. എന്നാൽ വർഷങ്ങൾ പിറകിലേക്ക് സഞ്ചരിച്ചാൽ നമ്മൾ കാണുക ഒരു റൊമാൻറ്റിക് ഹീറോയാണ്. ഒരുപക്ഷെ മാധവൻ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക അലൈപായുധയിലെ കാർത്തിക്കും മിന്നലയിലെ രാജേഷുമായിരിക്കും. മണിരത്നം ചിത്രത്തിൽ അയാൾക്ക് ലഭിച്ച ഫാൻ ബേസ് ഹ്യൂജ് ആയിരുന്നു. മിന്നലെ അതിനെ ഇരട്ടിയാക്കി. ആ സിനിമകളും അതിലെ ഗാനങ്ങളും ഇന്നും ട്രെൻഡിങ് ആണ്. മാധവൻ മലയാളികൾക്ക് പ്രിയപ്പെട്ടവനാവുന്നതും ആ കാലഘട്ടത്തിൽ തന്നെ. അവിടെ നിന്നും ഇന്നത്തെ കഥാപാത്രങ്ങളിലേക്കുള്ള മാധവന്റെ ജേണി അപ്സിനേക്കാൾ ഡൗൺസ് ഉള്ളതാണ്. തുടക്കകാലത്ത് ലഭിച്ച സ്റ്റാർഡത്തെ കീപ്പ് ചെയ്ത് ഒരു ബോക്സ് ഓഫീസ് പവർ ബിൽഡ് ചെയ്യാൻ മാധവനായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഫോക്കസ് കഥകൾക്കും കഥാപാത്രങ്ങൾക്കുമായിരുന്നു. അൻപേശിവവും 3 ഇഡിയറ്റ്സും എല്ലാം അയാൾ സ്പോട്ട്ലൈറ്റിനെ കുറിച്ച് ആലോചിച്ച് ചെയ്ത സിനിമകളല്ല. മറ്റു താരങ്ങളോടൊപ്പം സ്ക്രീൻ പങ്കിടുന്നതിൽ ഇന്നേ വരെ അദ്ദേഹത്തിന് നിരാശ തോന്നിയിട്ടില്ല. 2012 ശേഷം 4 വർഷത്തെ ഗ്യാപ്പ് എടുത്താണ് വീണ്ടും ഒരു തമിഴ് സിനിമ മാധവൻ ചെയ്യുന്നത്. അതിന് അദ്ദേഹത്തിന് ഒരു കാരണവും ഉണ്ടായിരുന്നു. ഒരിക്കൽ സ്വിറ്റ്സർലാൻഡിൽ ഒരു തമിഴ് സോങ് ഷൂട്ട് ചെയ്യുകയായിരുന്നു. അന്നേരം ഒരു സ്വിസ് ഫാർമർ തങ്ങളെ നോക്കി ഇയാൾ എന്താണ് ചെയ്യുന്നതെന്ന ഭാവത്തോടെ പുച്ഛിച്ചു. അത് അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു. ഞാൻ ഒരു പബ്ലിക് സ്പീക്കറാണ്. ഒരു തോക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. ഇതൊന്നും ചെയ്യാതെ ഞാൻ സിനിമയിൽ പച്ച ഷർട്ടും ഓറഞ്ച് പാൻറ്റും ഇട്ട് മറ്റുള്ളവരുടെ പാട്ടിന് ഡാൻസ് ചെയ്യുകയാണ്. ഈ ചിന്ത അയാളെ അലട്ടി. അങ്ങനെ തമിഴ് സിനിമയിൽ നിന്നും മാധവൻ ബ്രേക്ക് എടുത്തു. പിന്നെ തിരിച്ചെത്തിയത് സുധാകൊങ്കര ചിത്രത്തിലൂടെയാണ്. ആ കഥാപാത്രത്തിലും തൊട്ടടുത്ത വർഷമത്തെ വിക്രം വേദയിലുമെല്ലാം കണ്ടത് പുതിയൊരു മാധവനെയായിരുന്നു. കരിയറിലെ ആദ്യ 4 സിനിമകളും 4 ഭാഷയിലാണ്. ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ എന്നീ ഭാഷകൾക്ക് ശേഷമാണ് മാധവൻ തമിഴിലേക്ക് എത്തുന്നത്. അതിനു മുൻപ് ഹിന്ദി സീരിയലുകൾ വഴി ഓൾറെഡി പോപ്പുലർ ആയിരുന്നു അദ്ദേഹം. ആ കരിയർ ഇപ്പോഴും ഗംഭീര കഥാപാത്രങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ദുരന്തറിന്റെ 2ാം ഭാഗത്തിലും മാധവൻ കാണും. അതിനുശേഷം GDN എത്തും. മറ്റ് സിനിമകളും അണിയറയിലുണ്ട്. അതിലെല്ലാം അദ്ദേഹം പെർഫോമൻസ് കൊണ്ട് ഞെട്ടിക്കുമെന്ന് ഉറപ്പാണ്.